10,000 രൂപ തൊട്ട് 15,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള രണ്ട് ഫോണുകൾ. രണ്ടും കൊള്ളാം. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഫോൺ ക്ലിയർ വിന്നറാണ്. സ്മാർട്ട് ഫോൺസിന്റെ വില കൂടിയതിനു ശേഷം 15,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റിൽ മൊത്തം അന്ധകാരമാണ്. ടോട്ടൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ്. ഈ ഇരുട്ടിൽ നിന്നാണ് ഞാൻ ഈ രണ്ട് ഫോൺസ് കൊണ്ടുവന്നിരിക്കുന്നത്. മോട്ടോ G37 ആൻഡ് പോക്കോ C85X. ഞാൻ ഈ രണ്ട് ഫോണുകളും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷെ ഞാൻ വാങ്ങിയ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഞാൻ അവസാനം ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. കാശ് ലാഭിക്കാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോൾ. ഈ മോട്ടോ G37 ഞാൻ ഫസ്റ്റ് ടൈം കയ്യിലെടുത്തപ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫീലാണ് കിട്ടിയത്. പ്രത്യേകിച്ചും ഈ ഫോണിന്റെ പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, അതായത് ബാക്കിൽ നല്ല സ്മൂത്ത് വീഗൻ ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ വരുന്ന പ്രൈസിനേക്കാളും കൂടിയ പ്രൈസിലുള്ള ഒരു ഫോണാണ് നമുക്ക് ഫീൽ ആവും തീർച്ചയായിട്ടും ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ. ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. IP64 റേറ്റിംഗ് ഉണ്ട്. മിലിറ്ററി ഗ്രേഡ് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഈ പോക്കോ C85X കയ്യിലെടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ബിൽഡും ഡിസൈനിന്റെ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനാണ്. അതായത് ഒരു ഡ്യുവൽ ടോൺ പോലെ ഇരിക്കുന്ന ഡിസൈനാണ്. ബാക്കിൽ കംപ്ലീറ്റ് പോളികാർബണേറ്റ് ആണ്. IP52 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേക്ക് അങ്ങനെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ കാര്യമായിട്ടൊന്നും വരുന്നില്ല. സോ ഈ മോട്ടോ G37 ഒരു പ്രീമിയം ഫീൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ഫീൽ ആണ് കിട്ടുന്നത്. പിന്നെ ഈ മോട്ടോ G37 കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. സോ നമ്മൾ നീണ്ട സമയത്തേക്ക് ഉപയോഗിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് മോട്ടോ G37 ആണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആയത്. പിന്നെ ഒരു കാര്യത്തിൽ ഈ രണ്ട് ഫോണുകളും സെയിം ആണ്. അതാണ് ഈ രണ്ട് ഫോൺസും മൈക്രോ SD സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നെക്സ്റ്റ് ഡിസ്പ്ലേ സെഗ്മെന്റ് ഉണ്ടല്ലോ, അവിടെ ലേശം കഥ മാറുന്നുണ്ട്. യെസ്, ഈ രണ്ട് ഫോണുകളിലും HD+ റെസൊല്യൂഷൻ ഉള്ള IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് 1.5 വർഷം മുമ്പ് ഈ പ്രൈസ് സെഗ്മെന്റിൽ ഈസിലി നമുക്ക് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺസ് കിട്ടുമായിരുന്നു. പ്രൈസ് കൂടിയതിനു ശേഷം ഇതാണ് ഇപ്പം അവസ്ഥ. സോ കൂടുതൽ ഷോക്ക് ആവണ്ട. പോക്കോയിൽ 6.9 ഇഞ്ച് സൈസിലുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ ഈ മോട്ടോ G37 6.7 ഇഞ്ച് സൈസിലുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ യെസ്, പോക്കോ കൂടുതലാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഈ പോക്കോ C85X ഇപ്പോഴും ആ ഒരു പഴഞ്ചൻ ഡ്രോപ്പ് നോച്ച്, ഇപ്പോഴും ഈ ഡ്രോപ്പ് നോച്ച് ഒക്കെ വരുന്നുണ്ടല്ലേ. എനിവേ, മോട്ടോ G37 കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള പഞ്ച് ഹോൾ കട്ടൗട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഉള്ള ഡിഫറൻസ് ആണ്. ഉപയോഗിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. രണ്ടും HD+ LCD ഡിസ്പ്ലേ ആണ്, എനിക്കറിയാം. പക്ഷേ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ക്ലിയർലി മോട്ടോ G37 ഡിസ്പ്ലേ ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രൈറ്റ്നസ് ആണ്. മോട്ടോ G37 1050 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണെങ്കിൽ പോക്കോ C85X 810 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പോക്കോ ഉണ്ടല്ലോ, പോക്കോയിലുള്ള ഈ ഓട്ടോ ബ്രൈറ്റ്നസ്, രണ്ടിലും ഓട്ടോ ബ്രൈറ്റ്നസ് ഉണ്ട്, അതിൽ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ പോക്കോയിന്റെ ഡിസ്പ്ലേ പലപ്പോഴും ഭയങ്കര ബ്രൈറ്റ്നസ് ലോയിലാണ് വന്ന് കിടക്കുന്നത്. മോട്ടറോള കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നും. അതിനോടൊപ്പം തന്നെ ഈ പോക്കോയിലുള്ള ഡിസ്പ്ലേ ഉണ്ടല്ലോ, എന്തോ ഒരു ചെറിയൊരു മഞ്ഞ ടിന്റ് ഉണ്ട് അതിന്റെ ഡിസ്പ്ലേയിൽ. ഞാൻ ഡിസ്പ്ലേ സെറ്റിംഗ്സ് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ ഒന്നും മാറ്റാനില്ല. ചെറിയൊരു മഞ്ഞ ടോൺ വരുന്നുണ്ട്. ഐ തിങ്ക് വെൻ യു കമ്പയർ ദീസ് ടു ഫോൺസ്, ഈ രണ്ട് ഫോണുകൾ കമ്പയർ ചെയ്യുമ്പോൾ മോട്ടോ G37 കുറച്ചും കൂടി മികച്ച ക്വാളിറ്റി ഉള്ള LCD പാനൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്പീക്കേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് അവസ്ഥയിൽ മോണോ സ്പീക്കർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പോക്കോയിൽ മോണോ സ്പീക്കർ ആണ്. എന്നാൽ മോട്ടറോള ഈ G37 ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ കേൾക്കണോ? ആ ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. രണ്ട് സൈഡിൽ നിന്നും സൗണ്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് മൂവീസും TV ഷോ ഒക്കെ കാണുമ്പോൾ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ പേടിക്കേണ്ട കേട്ടോ, രണ്ട് ഫോണിലും ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സോ യു ആർ സേഫ്. നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് ഫോണുകളുടെ ക്യാമറാസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷേ വീഡിയോ കേപ്പബിലിറ്റി ഉണ്ടല്ലോ, വീഡിയോ ഷൂട്ടിംഗ്, ആ ഡിപ്പാർട്ട്മെന്റിൽ ഒന്നും പറയാനില്ല, ക്ലിയർ വിന്നർ ഉണ്ട്. സോ മോട്ടോ G37 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണെങ്കിൽ പോക്കോ C85X 32 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഡീസെന്റ് ഫോട്ടോസ് കിട്ടും. ഞാൻ ഷെയർ ചെയ്തതിന്റെ സൈഡ് ബൈ സൈഡ് രണ്ട് ഫോണുകളും ഓക്കെ ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. മോട്ടോറോള ഫോണിൽ കുറച്ചുകൂടി നാച്ചുറൽ സ്കിൻ ടോൺസും കുറച്ചുകൂടി നാച്ചുറൽ കളേഴ്സ് ആണ് കിട്ടുന്നത്. പോക്കോ നല്ല ബ്രൈറ്റ് ആൻഡ് കളർഫുൾ, ഭയങ്കര സാച്ചുറേറ്റഡ് ആയ വൈബ്രന്റ് കളർഫുൾ ഫോട്ടോസ് ആണ് എടുക്കുന്നത്. സോ നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണ് അതനുസരിച്ച് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഈ രണ്ട് ഫോണുകളും വെച്ച് ഫോട്ടോസ് എടുത്തപ്പോൾ മോട്ടറോളയുടെ ഫോണിൽ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. അതായിരുന്നു പോർട്രേറ്റ് മോഡിൽ നമുക്ക് മോട്ടറോള വെച്ച് 1x ആൻഡ് ഈവൻ 1.5x, അതായത് കുറച്ചും കൂടി സൂം ചെയ്തിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾ വെച്ച് നിങ്ങൾ ഫോട്ടോഗ്രാഫി അവാർഡൊന്നും ജയിക്കാൻ പോകുന്നില്ല. നോർമൽ റെഗുലർ ഡേ ടു ഡേ യൂസിൽ ഫോട്ടോസ് എടുക്കാം. എന്നാൽ വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ മോട്ടറോള
എന്നെ തീർച്ചയായിട്ടും ഞെട്ടിച്ചെന്ന് പറയാൻ പറ്റും. അതായത് ഇത് വെച്ച് നമുക്ക് 2K at 30 FPS, അതായത് പോക്കോ 1080 മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഫുൾ HD, ഇവിടെ നമുക്ക് 2K at 30 FPS മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് എടുക്കാൻ പറ്റും. ഞാൻ രണ്ടിൻ്റെയും വീഡിയോസ് സൈഡ് ബൈ സൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ക്വാളിറ്റി മാത്രമല്ല, ഈവൻ കളേഴ്സ് ആണെങ്കിലും ആൻഡ് സ്റ്റെബിലൈസേഷൻ 2K ആണെങ്കിലും മോട്ടറോള സെൽഫി ക്യാമറ ആൻഡ് മെയിൻ ക്യാമറ രണ്ട് വീഡിയോസിലും മികച്ച സ്റ്റെബിലൈസേഷനും തരുന്നുണ്ട്. കണ്ടില്ലേ, കുലുക്കമൊക്കെ നല്ല കുറവാണ്. സോ വീഡിയോ ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒന്നും പറയാനില്ല, മോട്ടോ ക്ലിയർ വിന്നറാണ്. എന്നാൽ ചിപ്സെറ്റും പെർഫോമൻസ് ഉണ്ടല്ലോ, അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമുണ്ട്. അതായത് മോട്ടറോള ഫോണിൽ മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 6400 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. പോക്കോ അവരുടെ ഫോണിൽ യൂണി SoC അല്ലെങ്കിൽ യൂണിസോക്കിന്റെ T8300 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പോക്കോയുടെ ഫോൺ ലേശം മുന്നിലാണ്. പക്ഷേ ഡേ ടു ഡേ യൂസ് ആണെങ്കിലും ഈവൻ കാഷ്വൽ ലൈറ്റ് ഗെയിമിംഗ് ആണെങ്കിലും എനിക്ക് രണ്ടിന്റെ പെർഫോമൻസ് ഒരുപോലെയാണ് തോന്നിയത്. പക്ഷേ പലരും ഈ നമ്മൾ കേട്ടിരിക്കുന്ന പേരുകളായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ, മീഡിയാടെക് ഡയമൻസിറ്റി. സോ ചിലർക്ക് SoC അല്ലെങ്കിൽ യൂണിസോക്കിന്റെ ചിപ്സെറ്റ് എടുക്കാൻ അത്രയും താല്പര്യം ഉണ്ടാവില്ല. സോ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾ മോട്ടോ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഈ രണ്ട് ഫോണുകളും 4GB 64GB ആൻഡ് 4GB 128GB വേരിയൻസിലാണ് വരുന്നത്. സോ ചിപ്സെറ്റും റാം സ്റ്റോറേജിന്റെ പെർഫോമൻസ് ഏകദേശം സെയിം ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ. മോട്ടോ G37 ഹെല്ലോ UI ആണെങ്കിൽ പോക്കോ C85Xൽ HyperOS ആണ് തന്നിരിക്കുന്നത്. പോക്കോ 3 വർഷത്തേക്കുള്ള അപ്ഡേറ്റിന്റെ പ്രോമിസ് തന്നിട്ടുണ്ട്. മോട്ടറോള 1 വർഷത്തെ അപ്ഡേറ്റിന്റെ പ്രോമിസ് ആണ് തന്നിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അപ്ഡേറ്റ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കമ്പനികളും കണക്കാണ്. സോ പോക്കോ 3 വർഷത്തെ അപ്ഡേറ്റ് പറയുന്നുണ്ടെങ്കിലും ഷവമി ആയതുകൊണ്ട് ഐ ഡോണ്ട് നോ വരുമോ ഇല്ലയോ, ഇനി എപ്പോഴാണ് വരാൻ പോകുന്ന ഐ ഡോണ്ട് നോ. പക്ഷെ ഒരു കാര്യം എന്നെ സർപ്രൈസ് ചെയ്തു, മോട്ടറോള അവരുടെ ഫോണിൽ ആനിമേഷൻസ് തന്നിട്ടുണ്ട്. ഓപ്പൺ ആവുന്ന ആനിമേഷൻ ഇല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ മിനിമൈസ് ചെയ്യുമ്പോഴേ ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, ഇങ്ങനെ തട്ടി വിടുമ്പോൾ അത് നൈസായിട്ട് ഇങ്ങനെ ആനിമേഷനോട് കൂടിയാണ് ക്ലോസ് ആവുന്നത് അല്ലെങ്കിൽ മിനിമൈസ് ആവുന്നത്. പോക്കോയിൽ ഇതാ കണ്ടില്ല, അത്തരത്തിലുള്ള ഒരു ആനിമേഷനും കൊടുത്തിട്ടില്ല. സോ നമ്മൾ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസ് വാങ്ങിക്കുമ്പോൾ ചെറിയ ചെറിയ ഈ കാര്യങ്ങൾ ആനിമേഷൻസ് ഒക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് തീർച്ചയായിട്ടും. എന്നാൽ 15000 രൂപയുടെ താഴെയുള്ള ഫോൺസ് ആയതുകൊണ്ട് ഈ രണ്ടിലും ബ്ലോട്ട്വെയർസും പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഇങ്ങനെ പിടിച്ച് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പോക്കോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ക്ലിയർ വിന്നറാണ്, അതാണ് ബാറ്ററി. പോക്കോയിൽ 6300 mAh ബാറ്ററി ആണെങ്കിൽ മോട്ടോ G37 5200 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. സോ ഈ ബാറ്ററിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം കാരണമാണ് പോക്കോ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നത്, ഇത് ഭയങ്കര സ്ലിം ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നത്. ഈ രണ്ട് ഫോണുകളും ഫുൾ ഡേ ബാറ്ററി ബാക്കപ്പ്, ആക്ച്വലി അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലായതുകൊണ്ട് പിറ്റേ ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് ഈസിലി പോകുന്നുണ്ട് രണ്ട് ഫോൺസിൻ്റെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് രാത്രി ഈ രണ്ട് ഫോണുകളും ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടു, പിറ്റേ ദിവസം അത് ചാർജായി, ആ പിറ്റേ ദിവസം ഫുൾ ഡേ ഇത് ഈസിലി പോകും. പ്രത്യേകിച്ച് ഈ ഫോണിൽ അങ്ങനെ ഭയങ്കര ഗെയിമിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സോ ഈസിലി പോകും, ഈവൻ അതിൻ്റെ നെക്സ്റ്റ് ഡേ വരെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രണ്ട് ഫോണുകൾ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പോക്കോയിൽ കുറച്ചധികം മേ ബി ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ ഈവൻ 1 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കൂടുതൽ പോക്കോയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചാർജിങ് സപ്പോർട്ടിൽ മോട്ടറോള മുന്നിലാണ്. ഇവിടെ 20 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോക്കോയിൽ 15 വാട്ടിന്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പോക്കോയുടെ ബോക്സിൽ 15 വാട്ടിന്റെ ചാർജർ പോക്കോ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 10 വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ കിട്ടുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഉണ്ടാവും 20 വാട്ടിന്റെ ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഈ രണ്ട് ഫോണുകളും 5G ഫോൺസ് ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് എടുത്ത് പറയണം. കാരണം പതുക്കെ 4G ഫോൺസൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ കയറി വരുന്നുണ്ട് കേട്ടോ. പോക്കോയിൽ പോക്കോ ഡയലർ ഉള്ളത് കൊണ്ടും ഇതിൽ ഗൂഗിളിൻ്റെ ഡയലർ വരുന്നത് കൊണ്ട് അറിയാലോ, പോക്കോയുടെ ഡയലർ വെച്ച് നമുക്ക് ഈസിലി അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത ഓട്ടോ കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കോൾ റെക്കോർഡിംഗ് ചെയ്യാം, പക്ഷേ ഒരു ചെറിയ ബീപ്പ് വരും. രണ്ട് ഫോണുകളിലും നല്ലോണം വർക്ക് ചെയ്യുന്ന ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പിന്നെ FM റേഡിയോന് വേണ്ടിയുള്ള സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോക്കോയിൽ നമുക്ക് കുറച്ചും കൂടി വലിയ ബാറ്ററി ആൻഡ് കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ ക്ലിയർ സജഷൻ മോട്ടറോള ആയിരിക്കും. പ്രീമിയം വീഗൻ ലെതർ ഡിസൈൻ, കൂടുതൽ ഡ്യൂറബിലിറ്റി വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കുറച്ചും കൂടി ബെറ്റർ ആണ്, കുറച്ചും കൂടി മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോ G37 ആണ് ബെറ്റർ ചോയ്സ്. പോകാൻ വരട്ടെ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, അത് കേട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കുറച്ച് കാശ് ലാഭിക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിൽ ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് 7-ാം തീയതി തന്നെ ഏർലി ആക്സസ് കിട്ടും. ഈ സെയിലിൽ ഈ മോട്ടോ G37 നിങ്ങൾക്ക് 12,990 രൂപയുടെ ഓഫർ പ്രൈസിൽ വാങ്ങിക്കാം. ഇനി ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ അറിയാലോ, ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനെക്കുറിച്ചുള്ള ഓഫർ വീഡിയോസ് ഒക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നോ കോസ്റ്റ് EMI ഉണ്ട്, അതായത് നിങ്ങളുടെ കയ്യിൽ
ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് EMIs ഈടാക്കാം, കൂടിയ എക്സ്ചേഞ്ച് വാല്യൂ കിട്ടും. ഫ്ലിപ്കാർട്ടിന്റെ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 5% ക്യാഷ് ബാക്ക്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം അഡീഷണൽ കൂപ്പൺ ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും വാങ്ങുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുക. 30 ദിവസം വരെ നീളുന്ന ഫ്രീ ആക്സിഡന്റൽ ഡാമേജ് കവറേജ്, പിന്നെ ഓപ്പൺ ബോക്സ് ഡെലിവറി, ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ കാര്യങ്ങൾ എടുത്തു പറയാനുള്ള കാരണം നിങ്ങൾ ഈ പറയുന്ന ഓഫേഴ്സ് ഒക്കെ ഈടാക്കുക. മാർക്കറ്റിന്റെ അവസ്ഥ അറിയാലോ. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.